നമുക്ക് അലീനയുടെയും മനുഷ്യൻ ഇന്നത്തെ നല്ല കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന മനുഷ്യങ്കറിനുള്ള ചായയൊക്കെ ആയിട്ട് ചെന്നു. അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അലീനയോട് ചോദിച്ചു, നമുക്കിത് അങ്ങോട്ട് സ്ഥിരമാക്കിയാലോ എന്ന്. എന്ത്, എന്നെ ഇവിടെ ജോലിക്ക് നിർത്താനായിട്ടാണോ? അതല്ല, പിന്നെയോ? അല്ലാതെ എനിക്ക് മനസ്സിലായി മനുവേട്ട എന്താ ഉദ്ദേശിക്കണേന്നുള്ള കാര്യം. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, എന്നോടെല്ലാവരും ചോദിച്ചു തുടങ്ങി. ആര് ചോദിക്കുന്നേ? അല്ല, എൻ്റെ തലച്ചോറേ. നമ്മുടെ തലച്ചോറ് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. മനസ്സിലായി. അതൊന്നും എന്താണെങ്കിലും ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനുവിൻ്റെ മുഖത്തൊരു നിരാശ പടർന്നു. ആ സമയത്ത് അലീന പറഞ്ഞു, മനുവേട്ട, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? ഞാൻ വീട്ടിൽ നിന്ന് പോയാലോ എന്ന് ആലോചിക്കുമോ? പോകാനോ? എങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി അവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം എന്താണെങ്കിലും മാഡം അങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അപ്പം പിന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നതല്ലേ നല്ലത്. നല്ല കഥയായി. അപ്പം സ്വന്തമായിട്ട് അങ്ങോട്ട് തീരുമാനം എടുക്കുമല്ലേ? അതായത് നീ എന്നോട് എന്താ ഒരു വാക്ക് പോലും ചോദിക്കാത്തതിന് മുമ്പ്? അത് പിന്നെ മനുവേട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുവേട്ട സമ്മതിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നേ. അപ്പോഴേക്കും മനുഷ്യങ്കറാണെങ്കിൽ ആകെപ്പാടെ സങ്കടവും ദേഷ്യമായി. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, അതെ, എനിക്ക് എന്താളും സമ്മതിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പം അലീന പറഞ്ഞു, അങ്ങനെ പറയരുത് മനുവേട്ട. ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറെ മാർഗമൊന്നും കാണുന്നില്ല. ഞാൻ അവിടെ നിൽക്കുന്നിടത്തോളം പ്രശ്നം കൂടുതൽ രൂക്ഷമാകത്തുള്ളൂ. ഇനിയിപ്പം മാഡം അങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നില്ല. അല്ല, ആൻറ്റി വരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി. നിൻ്റെ കൂടെ വേറെ ഉണ്ടായിരുന്നല്ലോ യുദ്ധം ചെയ്യാനായിട്ട് കുറച്ച് പടയാളികൾ. അവരൊക്കെ എന്തിയേ? അവരൊന്നും എഴുന്നേറ്റിട്ട് പോലില്ല, കിടക്കുക. അല്ല, അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോ? ഇല്ല, സംസാരിച്ചില്ല. മനുശങ്കർ പറഞ്ഞു, അല്ല, നീ ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ട് പോകാനായിട്ടാ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് മനുവേണ്ട ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അതെ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം. അപ്പം അതൊന്ന് ശരിയാക്കി തരുവേണം, നല്ലതായിരുന്നു. മനുശങ്കർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അലീന അങ്ങോട്ട് പോകാൻ തിരിഞ്ഞിട്ട് കൈ നീട്ടുവാണ്. പെട്ടെന്ന് മനു കൈ അങ്ങോട്ട് കൊടുക്കുക. അലീന പറഞ്ഞു, അതെ, കൈക്ക് വേണ്ടിയിട്ടല്ല, ചായ കുടിച്ചിട്ട് ആ കപ്പ് അങ്ങ് തരാൻ പറഞ്ഞു. പിന്നെ കപ്പിനെന്താ വെച്ചാൽ വലിയ വെയിറ്റ് അല്ലേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, മനുവേട്ടൻ ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ അല്ല. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഇതേ ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓക്കെ അല്ല. ഓക്കെ ആവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതെനിക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഞാൻ ഓക്കെ ആകുന്നതെന്ന് എന്ന് മനു പറഞ്ഞു. അലീനയ്ക്ക് മനസ്സിലായി മനുഷ്യങ്ങനെ ഉള്ളിൽ എന്താ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ. താൻ ഇതിലായിട്ടും ഓക്കെ പറഞ്ഞിട്ടില്ലല്ലോ. താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഇനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അത് അലീനയ്ക്കറിയാം. പിന്നീട് അലീന ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ എഴുന്നേറ്റ് വന്നിട്ട് അലീന ചേച്ചിന്ന് വിളിക്കുകയാണ്. പക്ഷെ അലീന അവിടെ കണ്ടില്ല. അലീന ചേച്ചി വീണ്ടും വീണ്ടും വിളിച്ചു. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. എന്താടി, ഇത് നമ്മുടെ വീടല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. നിനക്ക് എന്താ സ്വഭാവം നഷ്ടപ്പെട്ടോ? അതൊക്കെ എനിക്കറിയാം. അലീന ചേച്ചി, എനിക്ക് ചായ വേണം. എടി, അതിനിങ്ങനെ വിളിച്ചലറണോ? അലീന പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്തു കൊടുത്തു. അതെ, എനിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അലീന ചേച്ചി അടുക്കളയില്ലാന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതാ ഞാൻ വിളിച്ചലറിയെന്ന് പറഞ്ഞു. പിന്നെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതെ, റൂമിലില്ലാത്ത പിന്നെ ഇവിടെയാണെന്ന് എനിക്കറിയാലോ. അലീന ചേച്ചി ഇതിനു മുമ്പ് ഇവിടെ നിന്നിട്ടുള്ളതല്ലേ, അപ്പം പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് വരുന്നത്. ബബിത വന്നിട്ട് ചോദിച്ചു, ഓഹോ, അപ്പം എനിക്ക് മാത്രം ഇല്ലാത്തുള്ളല്ലേ? ഇഷ്ടമുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി ചായ കൊടുക്കുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, സ്നേഹമുള്ളവർക്ക് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുമല്ലേ ചെയ്യുന്നേ. ഞാൻ നിനക്ക് അങ്ങോട്ടേക്ക് കൊണ്ടേ തരാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ടേ തരാത്തെ? ഞാൻ കുറേ സമയം എഴുന്നേറ്റ് കിടക്കണേ. കൃഷ്ണമോൾ പറഞ്ഞു, വെറുതെ പറയാ. ഈ ബബിതേച്ചി ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അലീന ചിരിച്ചു. പിന്നീട് അലീന ബബിതയ്ക്ക് ചായ എടുത്തു കൊടുത്തു. പിന്നീട് ചോദിച്ചു, അല്ല, എന്താ പ്ലാൻ? എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ? കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? നിങ്ങൾ അമ്മയും കൂട്ടിക്കൊണ്ട് പോവാൻ റെഡിയാവണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടതും കൃഷ്ണമോള് പറഞ്ഞു, അല്ല, അത് പിന്നെ അല്ല, മാഡത്തിനോട് സംസാരിച്ചോ? സംസാരിച്ചില്ല. ബബിതേച്ചിയല്ല, മൂത്ത ബബിതേച്ചി സംസാരിക്കട്ടെ. ഞാനാ? എടി, അങ്ങനെ മൂത്തത് ഇളയതൊന്നും ഇല്ല. നീ സംസാരിച്ചാൽ മതി. ഇങ്ങനെയല്ലല്ലോ ചിലപ്പോൾ പറയണേ. ഞാനാണ് മൂത്തത്, ഞാൻ പറയുന്ന അനുസരിക്കണമെന്നൊക്കെയല്ലേ. അത് പിന്നെ ചില സമയത്ത് ഇപ്പോഴങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് ഇറങ്ങി വന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി എന്ന് പറഞ്ഞു. എസ്പെഷ്യലി അലീന ചേച്ചിക്ക്. അതെന്താ അലീന ചേച്ചിക്കൊരു ഗുഡ് മോർണിംഗ് സ്പെഷ്യൽ? അതങ്ങനെയാ. അങ്ങനെ അലീന രോഹിത്തിന് ചായ എടുത്ത് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ്, വൈജയന്തി കുട്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അമ്മ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോകാൻ നോക്കാം. ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ ഇവിടെ
അംഗബലം കൂടുതൽ, കടപ്പാട്ടുകാരല്ലേ, അപ്പം നമുക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് രഞ്ജിനി ഇറങ്ങി വരുന്നത്. രഞ്ജിനിക്കും ചായയൊക്കെ കൊടുത്തു. ചായ കൊടുത്ത് രഞ്ജിനി ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞങ്ങൾക്ക് മേഡത്തിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുണ്ട്, പക്ഷെ മേഡം സമ്മതിച്ചിട്ട് വേണ്ടേ? അതെ, എൻ്റെ അമ്മയുടെ അടുത്ത് 10 ദിവസം തികച്ചു തന്ന ഭാഗ്യം. പിന്നെ അറിയാലോ, വൈജാൻ്റെ ഇവിടുന്ന് പോകുന്നത് തന്നെ എനിക്കും ഇഷ്ടം. വന്നു കഴിഞ്ഞ ഉടനെ എൻ്റെ റൂം കൈയടക്കി. വൈജാൻ്റെ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമാണ് പോലും. വൈജാൻ്റെ പോവുകയാണെങ്കിൽ എനിക്ക് റൂം എടുക്കാമല്ലോ. പിന്നെ അമ്മയ്ക്കും വൈജാൻ്റെ പോകുന്നത് തന്നെയായിരിക്കും ഇവിടുന്ന് ഇഷ്ടം. അതുകൂടെ നിങ്ങൾ വിളിച്ചോണ്ട് പോയിക്കോ, എനിക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വൈജ അവരുടെ ഒപ്പം പോവണ്ടേ? ആ കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോഴത്തേനും കമല ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രഞ്ജിനി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിക്കവാറും കണക്കായിരിക്കും, അമ്മ എഴുന്നേറ്റ് വരുമെന്നൊന്നും തോന്നില്ല, അമ്മ മിക്കവാറും ഇന്ന് അവിടെ തന്നെ കിടക്കത്തോളെന്ന്. സത്യമായിരുന്നു. കമല എഴുന്നേറ്റ് അവിടെ കിടക്കുമായിരുന്നു. കമല എഴുന്നേറ്റിൽ ഇങ്ങനെ കണ്ണുറന്ന് കിടക്കുന്നല്ലാതെ എഴുന്നേറ്റ് പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോഴേക്ക് ശിവശങ്കരൻ വന്നിട്ട് ചോദിച്ചു, നേരം വെളുത്തൊന്നും അറിഞ്ഞില്ലേ, എഴുന്നേൽക്കുന്നില്ലെന്ന് ചോദിച്ചു. ഓ, പിന്നെ എന്ത് കാണിക്കാനാ എപ്പോഴത്തെ എഴുന്നേൽക്കുന്നത്? മല മറിക്കാനുണ്ടോ? അതെന്താടി, ഈ വീട്ടിലൊന്നും വെച്ചുണ്ടാക്കണ്ടേ? ആർക്കും ആഹാരം കഴിക്കണ്ടേ? നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ? ഗസ്റ്റ് അവര് ഗോസ്റ്റുകള്. അവരെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടെ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല, കാളയന്ത്രൻ്റെ മക്കളല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറ്റിച്ചൂല് കൊണ്ട് തന്നെ അടിച്ചിറക്കാൻ നോക്കിയ കാളയന്ത്രൻ. എടി, അതൊക്കെ നീ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണോ? അതൊക്കെ വിട്ടുകള. പിന്നെ വിട്ടുകളയാനായിട്ട് അത് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മറന്നേക്കുക. ശിവേട്ട, അതൊന്നും ഞാൻ മറക്കത്തില്ല. എടി, നീ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി വല്ലതും വെച്ചുണ്ടാക്കുക, എന്തേലും കഴിക്കണ്ടേ? ഓ, പിന്നെ വേണമെങ്കിൽ വെച്ചുണ്ടാക്കി കഴിച്ചോളൂ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അവറ്റകൾ എങ്ങനെയൊന്നും ഒന്ന് പോയി കിട്ടിയാൽ മതി ഓർത്താൻ ഞാനിരിക്കുന്നത്. ആയിക്കോട്ടെ എടി, അവർ വെച്ചുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നീ പിന്നെ ഇവിടെ ഇരിക്കത്തുള്ളൂ, താഴേക്ക് ഇറങ്ങി വരത്തില്ലേ? എനിക്ക് ബെഡ് റെസ്റ്റാ. അങ്ങനെയാണ് ഞാൻ മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോയിക്കോളാം. അതെന്തിനാ? അല്ല, നിനക്ക് റെസ്റ്റ് അല്ലേ, നീ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. വേണ്ട, അതൊന്നും വേണ്ട, എന്നെ പട്ടിണിക്കിട്ട് കൊല്ലാനാണെന്ന് ചോദിച്ചു. അപ്പം നിനക്ക് പിന്നെ വെച്ചുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ കമല ചെയ്യുന്നേ? ആ സമയത്ത് കമല പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് ശിവശങ്കർ പറഞ്ഞു, എന്ത് വെള്ളം നീ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് കൃഷ്ണമോള് 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നത്. ഇതേ അങ്കിളെ ചായ എന്ന് പറഞ്ഞു കൊടുത്തു. ആഹാ, കൊള്ളാലോ, രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയോ? അതൊക്കെ അലീന ചേച്ചി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കമലയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് കമല പറഞ്ഞു, അതെ, എനിക്കിപ്പോൾ വേണ്ട, അവിടെ എവിടെയെങ്കിലും വെച്ചേക്കാൻ പറഞ്ഞു. അതെന്താ? എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞേ. ഇതെന്താ കമല നീ ഇങ്ങനെ പറയണേ? മുറിയെ കൊണ്ടുപോയി തന്നു കഴിയുമ്പത്തിന് ഇങ്ങനെയാണോ പറയണേ? അതങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞു. കമല വാങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബബിത ഒരു പാത്രത്തിനകത്ത് പഴം പുഴുങ്ങി നിൽക്കായിട്ട് വന്നു. ഇത്ര നേരത്തേനും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലേ അതിന് മുമ്പുള്ളൊരു സ്നാക്സാ. ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നുള്ളൂ. സാൻഡ്വിച്ച് ഉണ്ട്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, പിന്നെ പുട്ടും കടലയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആര് റെഡിയാക്കുന്നു? അലീന ചേച്ചി അവർ റെഡിയാക്കാൻ തുടങ്ങി. ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. കമല അന്തം വിട്ട് നോക്കുവാണ്. പിന്നെ അങ്കിളെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഉച്ചയ്ക്കത്തേന് മീൻ മേടിക്കണം, പിന്നെ ചിക്കന് കുറച്ച് ബീഫ് കൂടെ വാങ്ങിച്ചു, പിന്നെ ഒരു 2-3 കിലോ മട്ടനും കൂടെ വാങ്ങിച്ചു അങ്കിളെ. ഇന്ന് നമുക്കിവിടെ ഫുഡ് ഫെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. ശിവശങ്കരമ്മ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കമല അന്തം വിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുമ്പോഴത്തേനും കുട്ടികൾ 2 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. കമല പറഞ്ഞു, ഇവറ്റുകളെല്ലാം കൂടെ ഈ വീട് കുട്ടിച്ചോറാക്കാൻ വന്നാന്ന് തോന്നേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് തന്നെ മുടിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞു. ശിവശങ്കരനൊന്നും മിണ്ടിയില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിതയും രോഹിത്തും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെയായിരുന്നു ആലോചിക്കുകയാണ്. രഞ്ജിനിയുണ്ട് ആ കൂടെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അടുത്ത പ്ലാന് ഇനിയിപ്പോൾ എന്ത് ചെയ്താലാ അമ്മ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നതെന്നായിരുന്നു അവരുടെ ചിന്ത. രഞ്ജിനി പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും വൈജാൻറ്റി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻറ്റിയെ കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് എൻ്റെ മുറിയെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കറാണ് വന്നു. എന്താ എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നും ഇല്ല, എങ്ങനെ അമ്മയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നത് തന്നെ. ആന്താ മനുവേട്ട അങ്ങനെ പറയണേ? മാനുവേട്ട സാധാരണ നെഗറ്റീവായിട്ട് ഇങ്ങനെയൊന്നും പറയുന്നല്ലോ. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആൾ ഇങ്ങനെയൊക്കെ പറയാനോ? അതെ, ആൻറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആൻറ്റിയുടെ സ്വഭാവം അറിയാലോ. അപ്പോൾ ഇനി അമ്മ വീട്ടിലേക്ക് വരത്തില്ലേ? അതിന് വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, അപ്പം ഇനി അമ്മ ഇവിടെ തന്നെ നിൽക്കുവാണോ? ഇവിടെ എന്താണല്ലോ ആൻറ്റി നിൽക്കില്ല. അപ്പം വീട്ടിലേക്ക് വരുമായിരിക്കില്ല മനുവേട്ട. വീട്ടിലേക്ക് വരത്തില്ല, ചിലപ്പോൾ വാടക വീട്ടിലേക്ക് പോകത്തുള്ളായിരിക്കും. ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ആൻറ്റിയോട് എല്ലാവരും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. അതുമാത്രം ഞാൻ നോക്കിയിട്ട് വഴി കാണുന്നുള്ളൂ. അല്ല, എല്ലാവരും സംസാരിച്ചിട്ട് അമ്മ കേട്ടില്ലെങ്കിലോ?
കേട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് അടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പ്രായമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. രഞ്ജിനി പറഞ്ഞു ആൻറ്റി ഒന്ന് പോകുമായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ആയാനും. പക്ഷെ ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ. ആകെപ്പാടെ നല്ല വിഷമം ഉണ്ടായിരുന്നു രഞ്ജിനിക്കും. കാരണം തൻ്റെ മുറി പോയതിൻ്റെ വിഷമം വരുന്നത്. ബാക്കിയുള്ളവർക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും അമ്മയും കൊണ്ട് അവിടെ നിന്ന് പോയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പം അലീന അടുക്കള തിരക്കിട്ട പണിയിലാണ്. ഭവിതയും കൃഷ്ണമോള് സഹായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൃഷ്ണമോള് തേങ്ങ ചിരവൊന്നു, ഭവിതയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കും കുഴച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും വൈജി അങ്ങോട്ട് ഒന്ന് നോക്കി. അല്ല, നിങ്ങളെല്ലാവരും കൂടി ഇതിനകത്ത് എന്തെടുക്കുക? അതെ, ഞങ്ങളെ ചപ്പാത്തിയും ചോറൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് ഭവിത പറഞ്ഞു. ഇതേ കൂടുതൽ ആളാവില്ല. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ഈ അടുക്കള കയറിയത്? നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇപ്പം ആരെങ്കിലും ചോദിക്കണോ? ഇത് തറവാട്ട് വക അടുക്കളയല്ലേ? അതിന് കമലാട്ടി പറഞ്ഞു അടുക്കളയിലേക്ക് കയറാനായിട്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മേ? അതെ, കമലാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ആൻറ്റിക്ക് എന്തോ വയ്യായികയാന്ന് തോന്നുന്നത്. വയ്യായികയോ? അതെ, നടുവുളുക്കോ നടുവിന് വേദനയോ പനിയോ എന്തോ ഉണ്ട് എന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ എഴുന്നേറ്റ് വരണ്ടല്ലേ? ഇത്രയും ഗസ്റ്റ് ഉള്ളല്ലേ വീട്ടിൽ? അമ്മയും കൂടെ കൂട്ടി 5 പേരുണ്ട്. 5 പേരുള്ളപ്പം കമലാൻറ്റി വന്ന് ഉണ്ടാക്കി തരണ്ടേ? ഇതേ കമലാൻറ്റിക്ക് ഇഷ്ടമില്ല നിങ്ങളിവിടെ നിൽക്കുന്നത്. ഓ പിന്നെ കമലാൻറ്റിക്ക് ഇഷ്ടമില്ല, കമലാൻറ്റി അടിച്ചിറക്കട്ടെ, അമ്മ ഉൾപ്പെടെ ഞങ്ങളെ 4 പേരെയും കൂടെ അങ്ങോട്ട് അടിച്ചിറക്കട്ടെ. അപ്പം പ്രശ്നം സോൾവ് ആയില്ലേ? വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വൈജയന്തി പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പോകണ്ടേ? ഇവിടെ ഒന്നും ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഓ സ്കൂളും കോളേജും ഒക്കെ എന്ത്? അതെ, ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നവിടെ വരെ സ്കൂളും കോളേജൊക്കെ അടച്ചിടാനായിട്ട്. ഇത് ഭവിത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു എന്താ കളിക്കുവാണോ? നീയൊക്കെ പഠിച്ചില്ല, നീയൊക്കെ തോറ്റു പോട്ടെ, ഞങ്ങൾക്ക് ജയിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് കൃഷ്ണമോള് പറഞ്ഞു. അമ്മ ജയിക്കൂല, അത് മതി. ഞാൻ ജയിക്കാനോ? അതെ, അമ്മയുടെ വാശി ജയിക്കൂലോ. എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോറ്റു പോകത്തുള്ളൂ. ആയിക്കോട്ടെ, തോറ്റു പോയിക്കോട്ടെ. എന്നാലും അമ്മ ജയിക്കുന്ന കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇനിയിപ്പോൾ അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതേ കമലാൻറ്റിയുടെ അടുക്കള ഞങ്ങൾ മുടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു മാറ്റം ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ വൈജി ആകെപ്പാടെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ തല കുടിച്ച് അങ്ങോട്ട് പോവാണ്. ആ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബബിത പറഞ്ഞു അമ്മ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലെ പോയിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അലീനയ്ക്കും ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വരാൻ തയ്യാറായാലോ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.